റീസെന്റ് ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് തോന്നിയ ഒരു സീരീസ് ആണ് അഡോളസെൻസ്. കാരണം ഈ ഒരു സീരീസിന്റെ മേക്കിംഗ് ക്വാളിറ്റി ആയാലും പ്രസന്റേഷൻ ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും കോണ്ടന്റ് ആയാലും എല്ലാം വേറെ ലെവലാണ്. ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികൾ ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ അവർ വയലൻസ് മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് അവരുടെ മൈൻഡ് ഫുള്ള് വയലൻസ് ആണെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടികളുടെ പാരന്റ്സും അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടികളും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ആണ്. കാരണം ഈ ഒരു സിറ്റുവേഷനെ വളരെ ക്ലിയർ ആയിട്ട് എന്താണോ ഇഷ്യൂ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എല്ലാം വളരെ നൈസായിട്ട് പറയുന്ന ഒരു സീരീസ് ആണ്. ആകെ 4 എപ്പിസോഡുള്ള ഒരു വലിയ 10 എപ്പിസോഡ് 20 എപ്പിസോഡുള്ള സീരീസ് ഒന്നുമില്ല, ആകെ 4 എപ്പിസോഡുള്ള ഒരു മിനി സീരീസ് ആണ്. ആൻഡ് ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ ഓരോ എപ്പിസോഡും അവർ ഷൂട്ട് ചെയ്തിരിക്കുന്ന സിംഗിൾ ടേക്കിലാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ സിംഗിൾ ടേക്കാണ്. എവിടെ ഒരു കട്ടില്ല, അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അല്ലാതെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല. ആ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുന്ന വരെ ഫുൾ സിംഗിൾ ഷോട്ടാണ്. ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ 2 ക്യാരക്ടറോ മാത്രമല്ല, ആ ഒരു സിംഗിൾ ഷോട്ട് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ സീരീസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈച്ച് ആൻഡ് എവറി എപ്പിസോഡിൽ മോർ ദാൻ 2 ക്യാരക്ടേഴ്സ്, മോർ ദാൻ ഒരുപാട് മൂവ്മെന്റ്സ്, ഒരുപാട് ആംഗിൾ ചേഞ്ച് എല്ലാം വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്തിരിക്കുന്ന സിംഗിൾ ഷോട്ടിലാണ്. ഇവിടെ മനുഷ്യൻ 5 മിനിറ്റ് 2 മിനിറ്റ് വീഡിയോ എടുക്കാൻ തന്നെ 100-300 ടേക്ക് പോകുമ്പോൾ ഒരു കിഡിലൻ കോണ്ടന്റ് അല്ലെങ്കിൽ ഒരു കിഡിലൻ സ്റ്റോറിനെ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് സിംഗിൾ ടേക്കിലാണ്. അതിലും വരുന്ന ഡയലോഗ്സ് ആയാലും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും അവരുടെ പ്രസന്റേഷൻ ആയാലും അല്ലെങ്കിൽ ആ ഓരോ സീൻ മാറുന്നതും അതൊക്കെ വേറെ ലെവലാണ്. അതിലും എസ്പെഷ്യലി ഇതിൽ എടുത്തു പറയാൻ പറ്റുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അവരുടെ പെർഫോമൻസ് ഒക്കെ സിംഗിൾ ടേക്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെ ഒരു വലിയ ഡയലോഗോ അല്ലെങ്കിൽ വലിയൊരു പെർഫോമൻസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ജസ്റ്റ് തെറ്റിയ പിന്നെ റീടേക്ക് ആദ്യം തൊട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. എന്തായാലും കുറെ റിഹേഴ്സൽസും ഒരുപാടൊക്കെ ചെയ്തിട്ടായിരിക്കും അവർ വന്നിരിക്കുന്നത്. പക്ഷെ ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ സിംഗിൾ ടേക്കിൽ, അത് വേറെ ലെവലാണ് കേട്ടോ. ഈ സീരീസിൽ നമ്മൾ സിംഗിൾ ടേക്ക് ആയിട്ടുള്ള ഒരുപാട് മൂവീസും ഒരുപാട് സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചില ഏരിയാസിൽ എവിടെയെങ്കിലൊക്കെ ചെറിയൊരു കട്ടും കാര്യങ്ങളൊക്കെ കാണാൻ എന്നിട്ടാണ് സ്വിച്ച് ചെയ്യണം. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു ഫീൽ നമുക്ക് കിട്ടത്തില്ല കട്ടുള്ളതായിട്ട്. കാരണം സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ നമ്മൾ ആ ഒറ്റ ഇതിൽ പോവുകയാണ്, നമ്മളെ പിടിച്ചിരുത്തുവാണ്. എവിടെ ഒരു കട്ടും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു കോണ്ടന്റ് ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും എല്ലാം അടിപൊളിയാണ്. അതിന്റെ കൂടെ തന്നെ പ്രസന്റേഷനിലൂടെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടിയും കൂടി ഉണ്ടല്ലോ, അത് വേറെ ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സീരീസിന്റെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു 13 വയസ്സായ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയൊരു പയ്യൻ അവന്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കുത്തിക്കൊല്ലുവാണ്. എന്തിനാണ് കൊന്ന സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ നീയാണോ കൊന്ന്, അല്ലെങ്കിൽ കൊന്ന വെപ്പൺ എവിടെയാണ്, അല്ലെങ്കിൽ അതിന്റെ മോട്ടീവ് എന്താണ്, ഇതൊക്കെയാണ് ആ സീരീസ് സംസാരിക്കുന്നത്. ഇത് ശരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാണാൻ പറ്റിയ ഒരു സീരീസ് ആണ്. കാരണം ഈ ഒരു കുഞ്ഞിന്റെ മൈൻഡിൽ കൂടിയും ഇവന്റെ പാരന്റ്സിന്റെ മൈൻഡിൽ കൂടിയും അല്ലെങ്കിൽ ഈ സീരീസ് ഓരോ സിറ്റുവേഷൻസ് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിലായിട്ടുള്ള ആൾക്കാരായാലും ശരി, ഫാമിലീസ് ആയാലും കുട്ടികളായാലും അല്ലെങ്കിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാവരുടെ മൈൻഡ് ഒന്നുപോലെ അല്ല, അല്ലെങ്കിൽ എല്ലാവരുടെ മൈൻഡ് അത് നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവർ ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ സീരീസ് വളരെ അടിപൊളിയായിട്ടാണ് സംസാരിച്ച് പോയിരിക്കുന്നത്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു 4 എപ്പിസോഡ് ഉണ്ടെങ്കിലും ഈ 4 എപ്പിസോഡിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, സ്റ്റേജിങ് ഉണ്ടല്ലോ, ഈച്ച് ആൻഡ് എവറി എപ്പിസോഡ് അവർ കാണിക്കുന്നത് അത് അടിപൊളിയാണ്. അതായത് ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പയ്യനെ അറസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഓൾറെഡി മർഡർ കഴിഞ്ഞു, അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണ്, ഫാമിലിയൊക്കെ രാവിലെ എണീറ്റ് അവർക്ക് ഓരോരോ ആൾക്കാരുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് പോലീസ് വീട്ടിൽ വരെ അറസ്റ്റ് ചെയ്യുവാണ്. പിന്നീട് നടക്കുന്ന ഇവന്റ്സ് ആണ് അവർ ഫസ്റ്റ് എപ്പിസോഡ് സംസാരിക്കുന്നത്. സെക്കൻഡ് ഡോട്ട് വരുമ്പോൾ ഒരു ഇൻട്രോഗേഷൻ ആണ്. അതായത് ഇവന്റെ ഫ്രണ്ട്സും സ്കൂൾ മേറ്റ്സും അല്ലെങ്കിൽ സ്കൂളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഇൻട്രോഗേഷൻ ആണ് സെക്കൻഡ് എപ്പിസോഡിൽ കാണിക്കുന്നത്. ആൻഡ് തേർഡ് എപ്പിസോഡിലോട്ട് വരുമ്പോൾ ഈ ഒരു ഇവന്റ് നടന്ന് കുറച്ച് കാലത്തിന് ശേഷം ഒരു പയ്യനുണ്ടല്ലോ, അവനെ ഇൻട്രോഗേറ്റ് ചെയ്യാൻ വരുന്ന ഒരു ഓഫീസറുണ്ട്, പുള്ളിക്കാരി അവനും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. ആൻഡ് ഫൈനൽ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇവന്റെ പാരന്റ്സും ബാക്കിയുള്ള സിറ്റുവേഷൻസും ഇവന്റ്സും എന്താണ് ശരിക്കും നടന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു എപ്പിസോഡാണ്. ഈ ഒരു സീരീസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് സംസാരിക്കുന്നത് പറയുന്നത് തേർഡ് എപ്പിസോഡാണ്. തേർഡ് എപ്പിസോഡിൽ ഈ ഒരു കൊച്ചു പയ്യനുണ്ടല്ലോ 13 വയസ്സ്, അവരും ഒരു ഓഫീസറായിട്ടുള്ള ഒരു ഇന്റർഗേഷൻ ആണ്. അതായത് എന്താണ് ശരിക്കും നടന്നത്, എന്താണ് ഇവന്റെ മൈൻഡിനകത്തുള്ളത്, അല്ലെങ്കിൽ ഇവൻ ആരാണ്, ഇവന്റെ ക്യാരക്ടർ എന്താണ്, ഇവൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഇവന്റെ മനസ്സിന്റെ അകത്ത് എന്താണ് ശരിക്കുള്ള പ്രശ്നം, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ക്ലാരിറ്റി വരുത്തുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ. അത് ഒരു കിട്ടിൽ എപ്പിസോഡാണ്. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് സ്പോയിലായി പോകും, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ആ ഒരു എപ്പിസോഡും അതിന്റെ പ്രസന്റേഷനും ആ ഒരു മേക്കിങ്ങും ക്യാരക്ടേഴ്സും എസ്പെഷ്യലി ക്യാരക്ടർ പെർഫോമൻസും ആ ഒരു എപ്പിസോഡിന്റെ കണ്ടന്റും അത് അടിപൊളിയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സീരീസിന്റെ സ്പോയിലേഴ്സ് ഒന്നും അല്ല, ഒരു ചെറിയൊരു കണ്ടന്റ് മാത്രമാണ്. ഇതെന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടാനാണ്. അത് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെ സ്റ്റാർട്ട് ചെയ്തു എവിടെ എൻഡ് ചെയ്തു, അതിൻ്റെ അകത്തുള്ള ഇമോഷൻസും ക്യാരക്ടേഴ്സും അവരുടെ സിറ്റുവേഷൻസും അവർ ഹാൻഡിൽ ചെയ്യുന്നതും ഒരുപാട് കാര്യങ്ങൾ ഒരു ചെറിയൊരു കയോസ് പോലെ നമുക്ക് തോന്നും. കാരണം സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ആ സീരീസ് എൻഡിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹോണ്ടിങ് ആയിരിക്കും പല കാര്യങ്ങളും. ചിലപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല ആൾക്കാരുടെ ഡൗട്ട് തോന്നാം, അല്ലെങ്കിൽ ഇവനാണോ ചെയ്തത്, ഒരു ചെറിയ പയ്യനല്ലേ ഇവൻ ചെയ്യോ, അങ്ങനെയൊക്കെ ആലോചിക്കാം. പക്ഷേ ഈ സീരീസിന്റെ എൻഡിലോട്ടൊക്കെ എത്തിയിട്ട് ശരിക്കുള്ള കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കൺക്ലൂഷൻ പോയിന്റ് ഒക്കെ വരുമ്പോൾ നല്ല രീതിക്കുള്ള ഹോണ്ടിങ് ആണ് പല കാര്യങ്ങളും സീരീസ് സംസാരിച്ച് പോകുന്നത്. ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് എടുത്ത് പറയേണ്ടത് ഇതിന്റെ ഒരു മേക്കിങ്ങും സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ കഴിഞ്ഞ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. അതിലും ഈ ഒരു ചെറിയൊരു പയ്യനുണ്ട്, ഓൺ കൂപ്പർ എന്നാണ് അവന്റെ പേര്. 13 വയസ്സ്, അവൻ കൂടിപ്പോയ 13-12 ഒക്കെ കാണും, അല്ലെങ്കിൽ 14 എന്ന് വെച്ചോ. അവന്റെ പെർഫോമൻസ് എടുത്ത് പറയണം, ജാതി പെർഫോമൻസ് ആണെന്ന് അറിയാമോ. സിംഗിൾ ടേക്ക് ആണ്. ബാക്കിയുള്ള സീനിയർ ആക്ടേഴ്സിനല്ല ഞാൻ പറയുന്നത്. ഒരു പയ്യൻ പുള്ളിക്കാരന്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, അവന്റെ ചില
സിറ്റുവേഷൻസും അവൻ ഹാൻഡിൽ ചെയ്യുന്നതും ചില സിറ്റുവേഷൻസുള്ള അവൻ്റെ എക്സ്പ്രഷൻ ചേഞ്ചും അവൻ ക്യാരക്ടേഴ്സിൽ നിന്ന് മാറുന്നതും അതൊക്കെ ചെയ്തിരിക്കുന്നത് മാൻ അടിപൊളിയാണ്. സിംഗിൾ ടേക്ക് ആണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ ആലോചിക്കണം. അല്ലാതെ മറ്റേ ചെയ്ത് ഇടയ്ക്ക് വെച്ച് കട്ട് പറഞ്ഞാൽ നീ ഓക്കെ ആണ്, ഇത് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയല്ല. ഒറ്റ ടേക്ക് ആണോ ചെയ്തിരിക്കുന്നത് എല്ലാ എപ്പിസോഡും. മാൻ അത് ഹാറ്റ്സ് ഓഫ് ആണ്. അതുപോലെ തന്നെയാണ് സ്റ്റീഫൻ ഗ്രഹാം, ഈ ഒരു പുള്ളിക്കാരൻ്റെ അച്ഛനായിട്ട് വരുന്ന പുള്ളിക്കാരുടെ പെർഫോമൻസും ഇമോഷൻസും ഒക്കെ അടിപൊളിയായിരുന്നു. അയാൾ മാത്രമല്ല, ഈ ഒരു സീരീസിലുള്ള എല്ലാവരും അവരുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം, ഞാൻ ഈ ഒരു സീരീസ് ഹൈലി റെക്കമെൻഡ് ചെയ്യും. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ്. അത് കൊച്ചുകുട്ടികളായാലും ശരി, വലിയവരായാലും ശരി, പാരൻസ് ആയാലും എല്ലാവരും മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട സീരീസാണ്. കാരണം അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും, ഓരോ ആൾക്കാരുടെ മനസ്സിൻ്റെ അകത്ത് എന്താണ്, അവരുടെ സിറ്റുവേഷൻസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത്, ഇങ്ങനത്തെ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് ഈ സീരീസിൽ വളരെ നൈസ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.